ഹായ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അഞ്ജു ജോസഫിൻ്റെ വിവാഹത്തെപ്പറ്റി. അഞ്ജു ജോസഫ് അറിയാമല്ലോ അല്ലേ, ഗായികയും നടിയൊക്കെയായ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ്. അപ്പോൾ അതിൽ ഒരുപാട് പേര് നല്ല ആശംസകളൊക്കെ അർപ്പിച്ച് നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാനും അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ചില കമൻറ്റുകൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കാനിടയായി. ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ താഴെ വന്ന ചില കമൻറ്റുകളാണ്. എനിക്ക് തോന്നിയ കമൻറ്റുകൾ കുറച്ച് നെഗറ്റീവാണ്. അത് ശരിക്കും നമ്മുടെ മലയാളികളുടെ ഒരു മനോഭാവം കാണിക്കുന്ന ഒരു സാധനമെന്ന് എനിക്ക് തോന്നി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അത് പറയാമെന്ന് വിചാരിച്ചത്. അതിൽ ഡിവോഴ്സിനെയും ഈ വിവാഹത്തെയും ഒക്കെ വളരെ കളിയാക്കിക്കൊണ്ടുള്ള ചില കമൻറ്റുകൾ അത് കണ്ടു. നിങ്ങൾ ഇത്തരം ആൾക്കാരുടെ വിവാഹം അല്ലെങ്കിൽ ഡിവോഴ്സൊക്കെ ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ നിങ്ങൾക്കും ഒന്ന് നോക്കാം എത്രമാത്രം മോശമാണെന്ന്. ഇതിൽ ഈ കമൻറ്റ് എഴുതുന്നവരുടെ ഒരു മാനസികാവസ്ഥയുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇതൊരു കോമണായൊരു മനോഭാവമാണ്. പ്രധാനമായിട്ടും ഡിവോഴ്സിന് ശേഷമുള്ള വിവാഹത്തോട് ഇതിനുള്ള മലയാളിയുടെ മനോഭാവം എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. പലരും ഡിവോഴ്സിനെ വളരെ ഒരു പാടില്ലാത്തൊരു കാര്യമായിട്ടും സദാചാരത്തിന് എതിരായിട്ടും കുടുംബത്തിൻ്റെ മഹിമയ്ക്ക് എതിരായും ഒക്കെ കാണുന്നവരുണ്ട്. ഡിവോഴ്സിനെ വളരെയധികം ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടൊക്കെ കണ്ട് വല്ലാതെ അതിനകത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു അമ്മയും മോളുമായിട്ട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ അതിൽ അമ്മ പറഞ്ഞൊരു കാര്യം, മകള് കുറച്ച് നാളുകളായി കുറച്ച് വർഷങ്ങളായി കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ ഈ മോള് കുറച്ച് വലിയ ബുദ്ധിമുട്ടിലാണ്. ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റുന്നില്ല ഹസ്ബൻഡുമായിട്ട്. ഹസ്ബൻഡ് കുറച്ച് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രെയിറ്റൊക്കെ ഉള്ള ആളാണ്. അല്ലാതെ ശാരീരികമായിട്ട് പോലും ഉപദ്രവിക്കും, മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടിക്കും. സ്നേഹം, കെയർ, കരുണ, കമ്പാഷൻ, ഒരു ഇൻറ്റിമസി ഇതൊന്നും കാര്യമായിട്ടില്ല. അപ്പോഴും ഈ പെൺകുട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക കുറേ വർഷങ്ങളായി. അത് വളരെ എഡ്യൂക്കേറ്റഡായ നല്ല കഴിവുള്ള ആളാണ്. പക്ഷേ എല്ലാം പോയി അപ്പോൾ ഒരു വിഷാദത്തിലാണ്. അതിനെങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അമ്മ പറഞ്ഞൊരു വാക്കാട്ടോ, സാർ എങ്ങനെയെങ്കിലും ഒന്ന് കൗൺസിലിംഗ് കൊടുത്തിട്ട് ഈ ഡിവോഴ്സ് ഒഴിവാക്കാൻ പറ്റുമോ. രണ്ടാമത് വരെ പറഞ്ഞ കാര്യം എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. മകള് ഡിവോഴ്സ് ചെയ്ത് കാണുന്നതിനെ കഴിഞ്ഞും ഇഷ്ടം അവൾ മരിച്ചു എന്ന് കേൾക്കാനാണ്. നോക്കണേ, ഒരമ്മ മകളെപ്പറ്റി പറഞ്ഞ കാര്യമാണ്. ഡിവോഴ്സ് ചെയ്തു എന്ന് അറിയുന്നതിനെ കഴിഞ്ഞും മരിച്ചു എന്നറിയാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അവർ മകളുടെ മരണം ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല, ഡിവോഴ്സ് അത്രയ്ക്കും എന്തോ മോശമായ, അപമാനകരമായ, പാടില്ലാത്തൊരു കാര്യമാണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ വിശ്വാസം അവരുടെ തലയിൽ എങ്ങനെയോ കയറി. അത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേരിലുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഒരുപാട് സഹോദരിമാരുടെ, പെൺകുട്ടികളുടെ വിഷമം കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് ഒരു രക്ഷയുമില്ല, പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ രക്ഷയില്ല. ആരും സപ്പോർട്ട് ചെയ്യാനില്ല. സ്വന്തം കുടുംബാംഗങ്ങൾ കല്യാണം കഴിച്ചു വിട്ടു, പിന്നെ കഴിഞ്ഞു, തിരിച്ചു വരാൻ പാടില്ല. ഇത് ആരുണ്ടാക്കിയ നിയമമാണ് ഇതൊക്കെ? വ്യക്തിയാണോ ബന്ധമാണോ വലുത്? തീർച്ചയായും വ്യക്തിയാണ് വലുത്. ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിനും ആ വ്യക്തിയുടെ നല്ല ജീവിതത്തിനും എതിരാണ് ബന്ധമെങ്കിൽ ബന്ധത്തിൽ നിന്ന് പിന്മാറണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള ധൈര്യം കാണിക്കുക ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ പെൺകുട്ടികളെ നമ്മൾ ഒരുക്കണ്ടേ, ആൺകുട്ടികളെ. അല്ലാതെ ഭയപ്പെട്ട്, സമൂഹത്തെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച് ഇങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോകേണ്ടതാണോ ബന്ധം? അങ്ങനെ ആരെങ്കിലും ബന്ധം അങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നല്ലതിനല്ല. നിങ്ങൾക്കറിയോ, എനിക്കറിയില്ല, അതായത് ഒരുപാട് പേരുടെ ആത്മഹത്യ അതിന് കാരണം എന്താണെന്നറിയോ? ഇത്തരം ബുദ്ധിമുട്ടുകളാണ്, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ്. കുടുംബത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ചിലരുടെ കഥകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവർ നേരത്തെ തന്നെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് സ്വന്തം കുടുംബത്തിലെ ആൾക്കാർക്ക്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷേ എങ്ങനെയെങ്കിലും സഹിച്ച് പിടിച്ചു നിൽക്കൂ. ഇതെന്തോ വലിയ പുണ്യമായിട്ടാണ് പലരും കരുതുന്നത്. ഇത് പുണ്യമല്ല, ക്രൂരതയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തത്ര നമ്മൾ ഏതോ ഒരു സാമൂഹികമായ ചിന്താഗതിക്ക്, വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് ക്രൂരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സ് ഭയങ്കര സ്റ്റബേണാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.
ടോക്സിക്കായ റിലേഷൻഷിപ്പിൽപ്പെട്ട് വിവാഹത്തിൽപ്പെട്ട് ജീവിതം നശിച്ചു പോകുന്ന ഒത്തിരി ആൾക്കാരുള്ള നാടാണ് നമ്മുടെ കേരളം. എന്തുകൊണ്ടാണ് അവർക്ക് പുറത്തു വരാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവർക്കൊരു ഒരു തെറാപ്പിക്ക് പോലും പോകാനുള്ള ധൈര്യമില്ല? ഒരു ഫാമിലി കൗൺസിലിങ്ങിന് പോകാൻ പോലും ധൈര്യമില്ല. നോ, ഫാമിലി കൗൺസിലിങ് നോ, അത് അടുത്ത നാണക്കേടാണ്. കൗൺസിലിങ് നോ, ഞാൻ നോർമലാണ്, എന്തിനാണ് ഞാൻ കൗൺസിലിങ്ങിന് പോകുന്നത്? ഇങ്ങനെ നമ്മൾ ദുരഭിമാനവും ചില തെറ്റായ ചിന്താഗതികളും കൊണ്ട് നടന്ന് ആർക്കും ഉപകാരമില്ലാത്ത കാര്യങ്ങൾ പോയിപ്പെട്ട് നമ്മുടെ എത്രയോ പേരാണ് ബന്ധങ്ങളിൽ വിഷമിക്കുന്നത്. പലർക്കും ഈ വിവാഹത്തിൽ നിന്ന് പുറത്തു വരാതിരിക്കുന്നതിന് കാരണമായിരിക്കുന്നത് മറ്റൊരു കാരണം ഭയമാണ്. ടോക്സിക്കായ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും, ഇനി വിവാഹം കഴിക്കാൻ പറ്റില്ല, വിവാഹം കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ജീവിക്കും, ഇനി അവരുടെ ജീവിതം മുഴുവനും പ്രശ്നമാവും, ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യമായ ഭയം. എല്ലാവർക്കും വേണ്ടി പൊതുവായ ചില കാരണങ്ങൾ നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവരെയും ഒരേ തട്ടിലാണ്, ഒരേ രീതിയിലാണ്, ഒരേ വ്യൂവിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വിവാഹ ജീവിതത്തിൽ ഓരോരുത്തരും നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പഴയ ജീവിത കാലങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് എൻ്റെ പണ്ട് ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ജീവിച്ച്, അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെങ്ങനെ ജീവിക്കണം? നോ, ആ കാലഘട്ടം കഴിഞ്ഞു പോയി. അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങളൊരു പക്ഷെ നല്ല കുടുംബജീവിതം ജീവിക്കുന്ന ആളായിരിക്കാം, പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയെ പോലെയുള്ള ജീവിത പങ്കാളിയും ആവണമെന്നില്ല. എല്ലാവരെയും ഒരു തട്ടിൽ നമ്മൾ അളക്കാൻ നോക്കരുത്. ഓരോരുത്തരുടെയും പ്രശ്നം വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിന് കുറച്ചും കൂടെ ഓപ്പൺനെസ് വേണം. നമ്മൾ ശരിക്കും ഡിവോഴ്സിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് കാണണം. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. അതിന് ഒരാൾക്കും ഒരു ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. 2 പേര് കൂടി ചേർന്ന് തീരുമാനിക്കണം. അതിന് കോടതിയുടെ അനുവാദം വേണം. കുറേ പ്രൊസീജിയറുണ്ട്. ഇങ്ങനെയൊക്കെ കടന്ന് ഒരാൾ ഡിവോഴ്സ് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? ഇനി വിവാഹത്തിനും നമ്മുടെ നാട്ടിൽ അതിനുള്ള ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുണ്ട്, നിയമപരമായ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ 2 പേർ വീണ്ടും വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടേക്കാണ് നമ്മൾ നമ്മുടെ മനോഭാവത്തെ പറ്റി പഠിക്കേണ്ടത്. ഒരുപാട് ആർഭാടമായി നടത്തി കുടുംബ മഹിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല വിവാഹം. വിവാഹം എന്ന് പറഞ്ഞാൽ 2 വ്യക്തികളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഒന്നിച്ച് ഇൻറ്റിമസിയോടെ ഒരു കുടുംബം ഡെവലപ്പ് ചെയ്ത് ജീവിക്കാനുള്ള 2 വ്യക്തികളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ മാറ്റം വരുത്തുന്നതും അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് നമുക്ക് ഇടപെടാതിരിക്കാം. അവരെ നമുക്ക് സഹാനുഭൂതിയോടെ നമുക്ക് മനസ്സിലാക്കാം. കുറച്ചും കൂടെ ഓപ്പണായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതിങ്ങനെ നമ്മൾ ദുഃഖിച്ചും വിഷമിച്ചും നരകിച്ചും ജീവിച്ചിട്ട് കാര്യമുണ്ടോ? സന്തോഷത്തോടെ ജീവിക്കുകയല്ലേ ചെയ്യണ്ടേ? അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണ്ടേ? അതാവണം നമ്മുടെ മനോഭാവം.